കഴക്കൂട്ടം ഭാഗത്ത് നിങ്ങൾ വലിയൊരു വീട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റിയൊരു വീടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. 23 സെന്റിൽ 2750 സ്ക്വയർ ഫീറ്റിലെ അതിവിശാലമായിട്ടുള്ള മനോഹരമായിട്ടുള്ള വീടുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളിലേക്ക് പോകാം. പ്രഫാസ് വെഞ്ഞാറമൂടാണ്. ട്രിവാൻഡ്രം പ്രോപ്പർട്ടീസിന്റെ മറ്റൊരു പ്രോപ്പർട്ടിയിലേക്ക് ഏവർക്കും സ്വാഗതം. വന്നേ, ഇതാണ് ഞാൻ പറഞ്ഞ 2750 സ്ക്വയർ ഫീറ്റ് അടങ്ങിയിട്ടുള്ള 23 സെന്റിലെ നമ്മുടെ ഈ ഒരു വീട്. അതിവിശാലമായിട്ടുള്ള നല്ല ഒരു പാർക്കിംഗ് ഏരിയനെ നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. 5 or 6 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന നല്ലൊരു ഏരിയ തന്നെ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട്. നമ്മുടെ ഈ ഒരു വീട് എന്ന് പറയുന്നത് നമുക്ക് കഴക്കൂട്ടം മേനംകുളം മെയിൻ റോഡിന് സമീപമായിട്ടാണ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു പ്രോപ്പർട്ടിയുടെ തൊട്ടടുത്തായിട്ടാണ് നമ്മുടെ മേനംകുളം കിൻഫ്ര അപ്പാരൽ വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് മേനംകുളം ബീച്ച്, അതുപോലെ തന്നെ കഴക്കൂട്ടം ബൈപ്പാസ്, ടെക്നോ പാർക്ക്, ഇൻഫോസിസ് എന്നിവിടങ്ങളിലേക്ക് എല്ലാം വളരെയധികം ആക്സസിബിലിറ്റി ഉള്ളൊരു ഏരിയയാണ് ഞാൻ നിൽക്കുന്ന ഈ ഒരു വീട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു വീടെന്ന് പറയുന്നത് നല്ല ഒരു വിൻറ്റേജ് രീതിയിലുള്ള വളരെ മനോഹരമായിട്ടുള്ള ഒരു നിർമ്മിതിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. കണ്ടു, നമ്മൾ കൊട്ടാരം മോഡലുള്ള വളരെ മനോഹരമായിട്ടുള്ള രീതിയിലാണ് നമ്മുടെ ഈ ഒരു വീട് വരുന്നത്. നമ്മുടെ ഈ ഒരു വീട് ടോട്ടലായിട്ടും 23 സെന്റിലാണ് നമുക്ക് ഈ ഒരു വീടിൽ വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ നമുക്കിവിടെ ധാരാളം ചെടികൾ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും വളരെ ഭംഗിയിലുള്ള വൃക്ഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് വരുന്നത്. നമുക്ക് നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് കിട്ടുന്നത്. കൂടാതെ തന്നെ നമുക്ക് മെയിൻ റോഡ് അക്സസിബിലിറ്റി കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് നമ്മുടെ ഈ ഒരു വീട്. നമുക്ക് വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ അതിവിശാലമായിട്ടുള്ള നല്ല ഒരു ഏരിയനെ ഇതേ ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട് കേട്ടോ. ഇതേ നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇവിടെ എല്ലാം വളരെ വീതിയിലുള്ള നല്ല ഒരു സ്പേസ് തന്നെ നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. അപ്പം വളരെയധികം മുറ്റങ്ങളും അതുപോലെ തന്നെ നല്ലൊരു വീടിന് ചുറ്റാകെയുള്ള സ്പേസ് നോക്കി നടക്കുന്നവരാണ് നിങ്ങളെങ്കിൽ നമ്മുടെ ഈ ഒരു വീട് എന്തുകൊണ്ടും വളരെ അനുയോജ്യമായിട്ടുള്ള ഒരു വീട് തന്നെയാണ്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു കാർ പാർക്ക് ചെയ്യാം. കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് കാർ പാർക്ക് ചെയ്യാം. കൂടാതെ ഇവിടെ കാർ പാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഒരു സ്പേസിൽ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. അങ്ങനെ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ നമുക്കൊരു 5 or 6 വലിയ കാറുകൾക്ക് പാർക്ക് ചെയ്യാൻ കഴിയുന്ന ഒരു സ്പേസ് നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ വാട്ടർ അക്സസിബിലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് പൈപ്പ് കണക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബോർവെല്ലിൻ്റെ വാട്ടറും നമുക്കിവിടെ ലഭ്യമാണ്. നമുക്ക് ഈ ഒരു സിറ്റ് ഔട്ട് ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ എല്ലാം നമുക്ക് ഫുള്ളും വുഡിൽ തീർത്തിട്ടുള്ള മെറ്റീരിയലാണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെ എല്ലാം നമുക്ക് തേക്കിൻ്റെ വുഡിലാണ് നമുക്ക് ഒരു വീടിൻ്റെ മുഴുവൻ തടിയും വരുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അതിനുള്ള ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് ഭാഗത്തെ ഡോർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള നല്ലൊരു ഡിസൈനിലാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെ എല്ലാം നമുക്ക് മിഷ്യൻ വർക്കല്ല, ഹാൻഡ് മെയ്ഡ് വർക്കാണ് ഇവിടെ എല്ലാം ഈ ഒരു ഭാഗത്തെല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് വീടിന്റെ ഉൾക്കാഴ്ചകളിലേക്ക് പോകാം. നമ്മുടെ ഒരു വീട് എന്ന് പറയുന്നത് 5 BHK ആണ്. താഴെ 2 ബെഡ്റൂം, കൂടാതെ മുകളിൽ 3 ബെഡ്റൂമാണ്. ഇത്രയുമാണ് വരുന്നത്. കൂടാതെ ഹാള്, ഒരു സിറ്റ് ഔട്ട്, ഒരു കിച്ചൺ, ഒരു വർക്ക് ഏരിയ, ഇത്രയുമാണ് നമുക്ക് ഈ ഒരു വീടിന് വരുന്നത്. നമ്മുടെ ഈ ഒരു വീടിൻ്റെ നിർമ്മിതി എന്ന് പറയുന്നത് പൂർണ്ണമായും ചുടുകല്ലാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിന് ലഭിക്കുന്നു. നമുക്ക് ബെഡ്റൂമിലേക്ക് വരുമ്പോൾ ഈ ഒരു ഭാഗത്തും കൂടാതെ തന്നെ ഈ ഒരു ഭാഗത്തുമായിട്ടാണ് നമുക്ക് 2 ബെഡ്റൂമുകൾ വരുന്നത്. കൂടാതെ നമുക്ക് ഫ്ലോറൊക്കെ എല്ലാം വളരെ ക്വാളിറ്റി ആയിട്ടുള്ള ഗ്രാനൈറ്റിലാണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് വിശാലമായിട്ടുള്ള നല്ലൊരു ഹാള് തന്നെ ഇവിടെ ഉണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ഇവിടെയും നമുക്ക് ലഭിക്കുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് ഹാളിൽ നിന്ന് കിച്ചൺ സൈഡിലേക്ക് പോകുമ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ഡൈനിങ് ഏരിയ വരുന്നത് കേട്ടോ. ഇവിടെയൊന്നും ഇല്ലാത്ത രീതിയിലുള്ള നല്ലൊരു ഡൈനിങ് ഏരിയ സ്പേസ്, നല്ലൊരു വുഡിൽ തീർത്തിട്ടുള്ള മേശ കാര്യങ്ങളൊക്കെ എല്ലാം വരുന്നുണ്ട്. നല്ലൊരു ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്.
കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോകുമ്പോഴാണ് നമുക്ക് കിച്ചൺ സൈഡ് വരുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെയാണ് നമുക്ക് കിച്ചൺ സൈഡ് വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടെ ആയിട്ടൊരു വർക്ക് ഏരിയ കൂടി നമുക്ക് ലഭിക്കുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ ഹാളിൽ നിന്ന് കയറുന്ന ആദ്യത്തെ ബെഡ്റൂമാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെയായിട്ട് നമുക്കൊരു വുഡിൽ തീർത്തിട്ടുള്ള ബേസിക് ആയിട്ടുള്ള ഒരു അലമാര നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. കൂടാതെ തന്നെ നമുക്ക് ഇവിടെയെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള മാർബിളിൻ്റെ ഫ്ലോറാണ് ഇവിടെ എല്ലാം വരുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് നല്ലൊരു ഡിസൈനാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്ത് ഈ ഒരു ഭാഗത്തൊക്കെ എല്ലാം ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ലഭിക്കുന്നു. അത്യാവശ്യം നല്ല സ്പേസ് കിട്ടുന്ന ഒരു ബാത്റൂമിൻ്റെ ഏരിയ കൂടിയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നത്. നമുക്ക് ഈ ഒരു വീട്ടിലേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അവിടെ നല്ല ഡിസൈനിലുള്ള റൂഫിംഗ് ആണ് ഇവിടെ എല്ലാം ചെയ്തിരിക്കുന്നത് കേട്ടോ. വൈറ്റും അതുപോലെ തന്നെ ബ്ലൂ കളറുമാണ് നമുക്ക് മുകൾ ഭാഗത്തെ സീലിങ്ങിൽ വരുന്നത്. വളരെ മനോഹരമായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. നമുക്ക് ഈ ഒരു റൂമിലേക്ക് വരുമ്പോൾ ഇവിടെ നമുക്ക് 2 അലമാര വരുന്നുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടുള്ള ഒരു അലമാര, ഇവിടെ നമുക്കൊരു വുഡിൽ തീർത്തിട്ടുള്ള അലമാരയുണ്ട്. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടും ഒരു അലമാര വരുന്നു. കൂടാതെ തന്നെ നമുക്കിവിടെ ചന്ദന കളർ പെയിൻ്റാണ് നമുക്ക് ഈ ഒരു റൂമിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു റൂമിനോട് ചേർന്ന് നമുക്കൊരു അറ്റാച്ച്ഡ് ബാത്റൂം ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നു. ഇവിടെയും നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയയാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിൻ്റെ മുകൾ ഭാഗത്തേക്ക് പോകുന്ന സ്റ്റെയറാണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത്. ഇവിടെയെല്ലാം നമുക്ക് നല്ല ക്വാളിറ്റി വുഡ്, തേക്കിൻ്റെ വുഡാണ് ഇവിടെ എല്ലാം വരുന്നത് കേട്ടോ. കൂടാതെ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ജനൽ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിലുള്ളൊരു വെട്ടോ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു വീടിൻ്റെ ഒരു ഹാളിലേക്ക് ലഭിക്കുന്നു. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ നമുക്ക് നല്ലൊരു സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഏരിയ നമുക്ക് ഇവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ ഈ ഒരു ഭാഗം നോക്കി നല്ലൊരു റൗണ്ട് സ്പേസ് ആണ് നമുക്കിവിടെ ലഭിക്കുന്നത്. ഇവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് താഴ്ഭാഗം അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. നല്ല ട്രഡീഷണൽ രീതിയിലുള്ള ഒരു ഡിസൈനിലാണ് നമുക്ക് ഈ ഒരു വീടിൻ്റെ ഈ ഒരു ഭാഗമൊക്കെ എല്ലാം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ടാണ് 2 ബെഡ്റൂം വരുന്നത്. ഇവിടെ ആയിട്ടാണ് 1 ബെഡ്റൂം വരുന്നത്. മുകൾ ഭാഗത്തേക്ക് വരുമ്പോഴുള്ള ആദ്യത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള നല്ലൊരു ഏരിയ തന്നെ നമുക്കിവിടെ ലഭിക്കുന്നുണ്ട് കേട്ടോ. കൂടാതെ തന്നെ നമുക്കൊരു വിൻഡോ സൈഡ് ആയതുകൊണ്ട് തന്നെ നല്ലൊരു വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് നിന്ന് ലഭിക്കുന്നത്. കൂടാതെ തന്നെ ഇവിടെ എല്ലാം നമുക്ക് വുഡിൻ്റെ മെറ്റീരിയലാണ് ഇവിടെ എല്ലാം വരുന്നത്. കൂടാതെ തന്നെ നമുക്ക് ഇവിടുത്തെ ഫ്ലോർ നല്ല ക്വാളിറ്റി ഗ്രാനൈറ്റ് ആണ് ഇവിടെ എല്ലാം യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഇവിടെയായിട്ടാണ് നമ്മുടെ അലമാര വരുന്നത്.
ഇവിടെ എല്ലാം നമുക്ക് വുഡിൻ്റെ ആ ഒരു ക്വാളിറ്റി കാര്യങ്ങളൊക്കെ എല്ലാം കാണാനായിട്ട് കഴിയുന്നുണ്ട്. കൂടാതെ നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് നല്ലൊരു ഡിസൈനിലുള്ള ഒരു കളറാണ് ഈ ഒരു സ്ഥലത്ത് യൂസ് ചെയ്തിരിക്കുന്നത് കേട്ടോ. കൂടാതെ ഇവിടുത്തെ നമ്മുടെ ഈ ഒരു ബെഡ്റൂമിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് ഇവിടെ ലഭിക്കും. മുകൾ ഭാഗത്തേക്ക് വരുമ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് നല്ല രീതിയിലുള്ള ഡിസൈനാണ് നമുക്ക് ഫോൾ സീലിംഗ് കാര്യത്തിലൊക്കെ എല്ലാം വരുന്നത്. ഇവിടെ നമുക്ക് ബേസിക് ആയിട്ടുള്ള അലമാര, അതുപോലെ തന്നെ ടേബിള് എന്നീ കാര്യങ്ങളൊക്കെ എല്ലാം നമുക്ക് ഈ ഒരു ഭാഗത്ത് വരുന്നു. മുൽഭാഗത്തേക്ക് വരുമ്പോഴുള്ള മൂന്നാമത്തെ ബെഡ്റൂമാണ് നമ്മുടെ ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് അത്യാവശ്യം നല്ലൊരു സ്പേസ് കാര്യങ്ങളൊക്കെ എല്ലാം ലഭിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ക്വാളിറ്റിയിലുള്ള ഗ്രാനൈറ്റാണ് നമുക്ക് ഈ ഒരു ഫ്ലോറിൽ യൂസ് ചെയ്തിരിക്കുന്നത്. കൂടാതെ പെയിൻറ്റ് നമുക്ക് ചന്ദന കളറിലുള്ള പെയിൻറ്റാണ് നമുക്കിവിടെ വരുന്നത്. നമുക്ക് മുകൾ ഭാഗത്തെ സീലിംഗ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബ്ലൂവും വൈറ്റും കൂടി ചേർന്നിട്ടുള്ള ഡിസൈനാണ് നമുക്കിവിടെ വരുന്നത്. കൂടാതെ നമുക്ക് റൂമിൽ നിന്ന് നമുക്ക് വെളിയിലേക്ക് പോകാൻ, അതായത് നമുക്ക് ബാൽക്കണി സൈഡിലേക്ക് പോകാനുള്ള എൻട്രിയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. വളരെ ഭംഗിയിലുള്ള നല്ല ഒരു വ്യൂ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് ലഭിക്കുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് റോഡ്, അതായത് നമുക്ക് മെയിൻ റോഡ് മേനംകുളം കഴക്കൂട്ട റോഡ് അടിപൊളിയായിട്ട് കാണാനായിട്ട് കഴിയും. അത്രയ്ക്ക് നല്ല വ്യൂ ആണ് നമുക്ക് ഈ ഒരു ഭാഗത്തെല്ലാം കാണാനായിട്ട് കഴിയുന്നത്. എന്തായാലും മനോഹരമായിട്ടുള്ള നമ്മുടെ ഒരു വീട് വാങ്ങുന്നതിനും അതുപോലെ തന്നെ ഈ വീടിനെ കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനും താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക. കൂടാതെ നിങ്ങളൊരു ലാൻഡ് ഓണർ ആയിക്കോട്ടെ, ഒരു ഹൗസ് ഓണർ ആയിക്കോട്ടെ, നിങ്ങളുടെ വീട് അല്ലെങ്കിൽ വസ്തു എളുപ്പത്തിൽ വിൽക്കുന്നതിന് താഴെ സ്ക്രീനിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക.